ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹേത്വഭാസ ഇന്ത്യൻ ഫിലോസഫി പ്രകാരം ഒരു ആർഗ്യുമെന്റിൽ തെറ്റായ കാരണങ്ങളെയാണ് നമ്മൾ ഹേത്വഭാസ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഹേത്വഭാസ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഹേത്വഭാസാസ് അല്ലെങ്കിൽ ഹേത്വഭാസങ്ങൾ ഉണ്ടെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹേത്വഭാസ എന്നുള്ളത്. ഹേത്വഭാസ ഇതൊരു സാൻസ്ക്രിറ്റ് ടേം ആണ്. ഹേതു എന്ന് പറഞ്ഞാൽ കാരണം, ആഭാസ എന്ന് പറഞ്ഞാൽ സെംബ്ലൻസ് അല്ലെങ്കിൽ ആദ്യം ശരിയെന്ന് തോന്നുന്ന എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ആഭാസ എന്ന് പറയുന്നത്. അപ്പം റീസൺ പ്ലസ് ആഭാസയാണ് ഈ പറയുന്ന ഹേത്വഭാസ. നമ്മളൊരു ആർഗ്യുമെന്റിനെ പറ്റി പറയുമ്പോൾ എന്താണ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റിനെ പറ്റിയിട്ട് നമ്മൾ സിലോജിസത്തിന്റെ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു ആർഗ്യുമെന്റിന് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്ന് പ്രമിസും മറ്റൊന്ന് കൺക്ലൂഷനുമാണ്. അപ്പൊ ഈ പ്രമിസുകൾ ഒന്നോ രണ്ടോ പ്രമിസുകൾ ഉണ്ടാവും. അപ്പം ആ ഒരു പ്രമിസസ് വായിച്ചു നോക്കി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അപ്പം ഇതാണ് ആർഗ്യുമെന്റ്. ബേസിക് സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ പ്രമിസ് പ്ലസ് കൺക്ലൂഷൻ എന്നുള്ളതാണ്. അപ്പം ഒരു ആർഗ്യുമെന്റിൽ പറയുന്ന പ്രമിസസ് അല്ലെങ്കിൽ റീസൺസ് അത് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ആ തെറ്റായ റീസൺസിനെയാണ് നമ്മൾ ഹേത്വഭാസ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫിലോസഫിയിലെ ഫാലസീസ് എന്നാണ് ഈ ഹേത്വഭാസകളെ നമ്മൾ പറയുന്നത്. സോ ഇന്ത്യൻ ഫിലോസഫിയിലെ ന്യായ സ്കൂളാണ് ഹേത്വഭാസ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് ന്യായ സ്കൂളാണ്. ഒബ്വിയസ്ലി ന്യായ സ്കൂളിൽ നമ്മൾ പെർസെപ്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അത് പ്രകാരം തന്നെ ഈ ഒരു ന്യായ സ്കൂള് ഏറ്റവും അധികം ഊന്നൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്ഹോൾഡ് ചെയ്യുന്നത് റൈറ്റ് നോളജിനെയാണ്. അപ്പം ഏറ്റവും ശരിയായ അറിവിനെ മാത്രമാണ് അവര് ന്യായ സ്കൂൾ പ്രകാരം അല്ലെങ്കിൽ ന്യായ സ്കൂൾ ഓഫ് ഫിലോസഫി പ്രകാരം അവര് റൈറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള നോളജിനെയാണ് അവർ കൂടുതലും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ന്യായ സ്കൂളില് എന്തൊക്കെ തരം തെറ്റുകൾ നമുക്ക് സംഭവിക്കാം എന്നുള്ളൊരു പോസിബിലിറ്റീസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പം അത്തരത്തില് തെറ്റായ കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ തെറ്റായ അറിവിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുന്ന തെറ്റായിട്ടുള്ള കാരണങ്ങളെയാണ് നമ്മൾ ഹേത്വഭാസാസ് എന്ന് പറയുന്നത്. ഇനി ഈ തെറ്റായ റീസൺസ് എന്ന് പറഞ്ഞല്ലോ, പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാം. എന്തൊക്കെ തരത്തിലുള്ള തെറ്റുകളാണ് ഉള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഹേത്വഭാസാസിനെ നമ്മൾ 5 ടൈപ്സ് അല്ലെങ്കിൽ 5ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തേത് സവ്യാഭിചാരയാണ്, രണ്ടാമത്തേത് വിരുദ്ധ, മൂന്നാമത്തേത് സത്പ്രതിപക്ഷ, നാലാമത്തേത് അസിദ്ധ ആൻഡ് അഞ്ചാമത്തേത് ബാധിത. അപ്പൊ ഇത്തരത്തില് 5 തരത്തിലുള്ള 5 ടൈപ്സ് ഓഫ് ഹേത്വഭാസാസ് ആണ് നിലവിലുള്ളത്. എന്തൊക്കെയാണ് ആ ഒരു ടൈപ്സ് ഓഫ് ഹേത്വഭാസാസ് എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് സവ്യാഭിചാരയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ആർഗ്യുമെന്റില് തെറ്റായ പ്രമിസസിനെയാണ് ഹേത്വഭാസ എന്ന് പറയുന്നത്. അപ്പൊ സവ്യാഭിചാര എന്ന് പറയുന്ന ഹേത്വഭാസയിൽ എന്ത് തെറ്റാണ് ഉള്ളത് അല്ലെങ്കിൽ എന്ത് തെറ്റിനെയാണ് ഒരു ആർഗ്യുമെന്റിലെ തെറ്റായ റീസണിൽ ഏത് തരത്തിലുള്ള തെറ്റിനെയാണ് നമ്മൾ സവ്യാഭിചാര എന്ന് പറയുന്നത് എന്ന് നോക്കാം. അപ്പം ഇതൊരു ഫാലസി ഓഫ് ഇറലവൻസ് അല്ലെങ്കിൽ ഫാലസി ഓഫ് ഇറഗുലാരിറ്റി എന്നാ പറയുന്നത്. അതായത് ഒരു വളരെ പ്രോപ്പർ അല്ലാത്ത അല്ലെങ്കിൽ യാതൊരു രീതിയിലും പ്രസക്തി ഇല്ലാത്ത ഒരു റീസൺ തന്നിട്ട് നിങ്ങളെ കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ ഹേത്വഭാസ എന്ന് പറയുന്നത്. അപ്പം തെറ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ അവിടെ എത്തുന്നത്. കാരണം നമ്മൾക്ക് തന്നിരിക്കുന്ന റീസൺ എന്താണ്? ഇറഗുലർ ആണ് അല്ലെങ്കിൽ ഇറലവന്റ് ആണ്. ഇനി തെറ്റായ റീസൺ തന്നത് കാരണം തന്നെ നമുക്ക് ശരിയായിട്ടുള്ള കൺക്ലൂഷനിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റീസൺ കാരണം പല കൺക്ലൂഷനിലേക്കും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. കറക്റ്റ് അല്ലാത്ത പക്ഷെ തെറ്റായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺക്ലൂഷനുകളിലേക്ക് നമ്മളെ ഈ ഒരു ഹേത്വഭാസ സവ്യാഭിചാര ഹേത്വഭാസ നമ്മളെ എത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ നന്നായി എഴുതുന്ന ഒരാളാണ്. നന്നായി എഴുതുന്ന നിങ്ങളുടെ കയ്യിൽ ഒരു നീല പേനയുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായി എഴുതുന്നു, നിങ്ങളുടെ കയ്യിൽ നീല പേനയുണ്ട്. അതിൽ നിന്ന് നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തുകയാണ് ഈ വരുന്ന എക്സാമിന് ഞാൻ ജയിക്കും എന്നുള്ളത്. ആർഗ്യുമെന്റ് ഇതാണ്, അതായത് പരീക്ഷയിൽ നിങ്ങൾ ജയിക്കും എന്നുള്ളതാണ് നിങ്ങൾ എത്തേണ്ട കൺക്ലൂഷൻ. അതിന് തരുന്ന പ്രെമിസസ് അല്ലെങ്കിൽ അതിന് തരുന്ന കാരണങ്ങൾ, ഒന്ന് ഞാൻ നന്നായി എഴുതും,
നന്നായി എഴുതാൻ മാത്രം പോരാ, നമ്മൾക്ക് ബുദ്ധി കൂടി വേണം. അതായത് നമ്മൾക്ക് തരുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി നമ്മൾക്ക് വേണം. ഇനി രണ്ടാമത്തെ പ്രമിസ് പറയുന്നത് എന്റെ കയ്യിലൊരു നീല പേന ഉണ്ടെന്നാ പറയുന്നത് അല്ലെ. നമ്മളുടെ കയ്യിൽ നീല പേനയുണ്ട്, അതുകൊണ്ട് നമ്മൾ എക്സാം ജയിക്കണം എന്നുണ്ടോ? ഇല്ല. അപ്പൊ തെറ്റായിട്ടുള്ള റീസൺസ്, പ്രത്യേകിച്ചും നമ്മളുടെ ഈ ഒരു കൺക്ലൂഷന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അതിനാവശ്യമുള്ള രീതിയിലുള്ള പ്രമിസസ് അല്ലാത്തത് കൊണ്ടാണ് ഇതിനെ സവ്യാഭിചാര എന്ന് വിളിക്കുന്നത്. അതായത് ഫാലസി ഓഫ് ഇറെലവൻസ്. ഇറെലവന്റ് ആയിട്ട് ഒരു പ്രസക്തി ഇല്ലാത്ത, അതായത് നീലപ്പേന ഉണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് ജയിക്കണം എന്നുണ്ടോ? ഇല്ല. അപ്പം ഒരു റെലവൻസും ഇല്ലാത്ത റീസൺ തന്നിട്ട് ഒരു കൺക്ലൂഷനിലേക്ക്, ഒന്നിലധികം കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ സവ്യാഭിചാര എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഇവിടെ ഗ്രീൻ ഷൂസ് ഉള്ളത് കൊണ്ടും ഞാൻ നന്നായി ഓടുന്നത് കൊണ്ടും എന്താണ് എനിക്ക് ഈ ഒരു ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നന്നായി ഓടുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കാം, പുറമേ നോക്കുമ്പോൾ കറക്റ്റ് ആണ്. പക്ഷെ നമ്മളെക്കാൾ നന്നായി, വളരെ നന്നായി ഓടുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ക്ലിയർ ആണ് ഈ ഒരു പ്രമിസ് പറയുന്നത് കറക്റ്റ് ആണ്. ഞാൻ നന്നായി ഓടുകയും ചെയ്യും, പുതിയ പച്ച ഷൂസും ഉണ്ട്, അപ്പം ഒബ്വിയസ്ലി ഞാൻ ജയിക്കാം എന്ന് ഒരു തോന്നലുണ്ടാവും. പക്ഷെ പച്ച ഷൂ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അത് നീല ഷൂ ആണെങ്കിൽ കൂടി അവിടെ വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോ നന്നായി ഓടുന്നു എന്ന് പറഞ്ഞാലും നമ്മളെക്കാൾ വളരെ നന്നായി ഓടുന്ന ആൾക്കാർ വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓട്ട മത്സരത്തിൽ, ഈ ഒരു മാരത്തോണിൽ അല്ലെങ്കിൽ ഈ ഒരു റണ്ണിങ് റേസിൽ നമ്മൾ ജയിക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സവ്യാഭിചാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുക്തിയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രസക്തിയും ഇല്ലാത്ത കാരണങ്ങൾ തന്നിട്ട് നിങ്ങളെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ സവ്യാഭിചാര ഹേത്വഭാസ എന്ന് പറയുന്നത്. അടുത്ത ഇന്ത്യൻ ഫാലസി അല്ലെങ്കിൽ ഹേത്വഭാസ എന്ന് പറയുന്നത് വിരുദ്ധയാണ്. വിരോധാഭാസമാണ് ഇതിന്റെ മെയിൻ. അതായത് ഒരു ആർഗ്യുമെന്റ് തന്നിട്ടുണ്ടാവും. ഈ ആർഗ്യുമെന്റിന്റെ പ്രെമിസസ് എന്ന് പറയുന്നത് സെൽഫ് കോൺട്രഡിക്ടറി ആയിരിക്കും. ഒരൊറ്റ സെന്റൻസിൽ തന്നെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ വളരെ കോൺട്രഡിക്റ്റിംഗ്, വളരെ ഒപ്പോസിംഗ് ആയിട്ടുള്ള രണ്ട് റീസൺസ് തന്നിട്ട് അതിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ വിരുദ്ധ ഹേത്വഭാസ എന്ന് പറയുന്നത്. അതായത് ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എത്തണം. ആ കൺക്ലൂഷനിലേക്ക് എത്താൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് റീസൺസ് എന്ന് പറയുന്നത് രണ്ടിന്റെ ക്വാളിറ്റീസും കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, വിരോധാഭാസമാണ്. അതായത് തന്നിരിക്കുന്ന ആർഗ്യുമെന്റിന്റെ പ്രെമിസസ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പോസിംഗ് ആണ്, വിരോധാഭാസങ്ങളാണ്. ഉദാഹരണത്തിന്, എന്റെ പൂച്ചക്കുട്ടി ഭയങ്കര സൈലന്റ് ആണെന്ന് എനിക്ക് പറയണം. ഭയങ്കര എന്താ പറയുക, ക്വയറ്റ് ആയിട്ടുള്ള പൂച്ചക്കുട്ടിയാണ് എന്റേത്. അപ്പൊ അതിന് തരുന്ന റീസൺസ്, എന്റെ പൂച്ചക്കുട്ടി എപ്പോഴും ഉറക്കാണ്, 1. 2, അവള് ഭയങ്കര ലൗഡാണെന്ന് പറയാണ്, ഭയങ്കര ഉറക്കിയാണ് അത് കരയുന്നത് എന്ന് പറയാം. പൂച്ചക്കുട്ടി എപ്പോഴും ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ പറയുന്ന കൺക്ലൂഷനിലേക്ക് എത്തുമായിരിക്കാം. അതായത് ഏത് നേരത്തും ഉറങ്ങുന്ന പൂച്ചക്കുട്ടി എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്നതിന്. പക്ഷെ അടുത്ത റീസൺ പറയുന്നത് ഈ പൂച്ചക്കുട്ടി ഭയങ്കര ലൗഡാണ് എന്നാണ്, ഭയങ്കര ഉറക്കെ കരയുന്ന ഒരു പൂച്ചക്കുട്ടിയാണ് എന്നാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പൂച്ചക്കുട്ടി ക്വയറ്റ് ആയിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയാണെന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്? ഇതിനെയാണ് നമ്മൾ വിരോധാഭാസ അല്ലെങ്കിൽ വിരുദ്ധ എന്ന് പറയുന്നത്. വിരുദ്ധ ഹേത്വഭാസം. അടുത്തത് സത്പ്രതിപക്ഷ, ഫാലസി ഓഫ് കൗണ്ടർ ബാലൻസ്ഡ് റീസൺ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അതായത് ഒരു ആർഗ്യുമെന്റിന് നിങ്ങൾക്കൊരു റീസൺ തരുന്നു, ഒരു ആർഗ്യുമെന്റ് പറയുകയാണ്, അതിനൊരു റീസണും തരുന്നുണ്ട്. ആ റീസൺ വെച്ച് നോക്കുമ്പോൾ ആർഗ്യുമെന്റ് കറക്റ്റ് ആണ്. പക്ഷേ ആ റീസണെ അതേ അളവിൽ തന്നെ ഈക്വലി ഒപ്പോസ് ചെയ്യുന്ന മറ്റൊരു റീസൺ കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ എത്തുന്ന കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ശരിയായിട്ട് ഉള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് തരുന്ന റീസൺ നമ്പർ 1 അല്ലെങ്കിൽ ഒറ്റ റീസണാ തരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒന്നിലധികം റീസൺസ് തരുന്നുണ്ടെങ്കിൽ തന്നെ ഈ തരുന്ന പ്രെമിസസിനെ എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ കഴിവുള്ള മറ്റൊരു റീസൺ പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിച്ചേരുന്ന കൺക്ലൂഷനിൽ നിന്ന് നമുക്ക് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഐസ്ക്രീം വാങ്ങണം. ഐസ്ക്രീം വാങ്ങാനായിട്ട് ഞാൻ തരുന്ന കാരണം, കൺക്ലൂഷൻ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ടു ബൈ ആൻ ഐസ്ക്രീം ആണ്.
അതിന് തരുന്ന റീസൺ നമ്പർ 1 അല്ലെങ്കിൽ തരുന്ന റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോട്ട് ഔട്ട്സൈഡ്, പുറത്ത് നല്ല ചൂടുണ്ട്, അപ്പൊ എനിക്കൊരു ഐസ്ക്രീം വേണം അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കണം എന്ന് പറയുകയാണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ആണ്. ആ റീസൺ പ്രകാരം അതിന്റെ കൺക്ലൂഷൻ അല്ലെങ്കിൽ അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ടുള്ള ടു ബൈ ആൻ ഐസ്ക്രീം എന്ന് പറയുന്നതിനെ അവിടെ സാധൂകരിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിന് ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോസിംഗ് ആയിട്ടുള്ള മറ്റൊരു റീസൺ പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കാരണം പറയാത്തതാണ്, പക്ഷെ ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ മറ്റൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഐസ്ക്രീം വാങ്ങിയാൽ തന്നെ അത് അലിഞ്ഞു പോകും, അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങണ്ട. ഇങ്ങനെ വളരെ ഈക്വലി ഒപ്പോസിംഗ് ആയിട്ടുള്ള മറ്റൊരു റീസൺ പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺക്ലൂഷനിൽ നമ്മൾ കറക്റ്റ് കൺക്ലൂഷൻ എന്ന് വിചാരിച്ച് നമ്മൾ എത്തിയാലും അതിനെ നെഗേറ്റ് ചെയ്യുന്ന, അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന മറ്റൊരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഉള്ളത് കാരണം നമുക്ക് എത്തുന്ന കൺക്ലൂഷൻ തെറ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് എത്തുക. അപ്പൊ നമ്മൾ തരുന്ന ആർഗ്യുമെന്റ് പ്രകാരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. പക്ഷെ ഇതിന് ഒപ്പോസിംഗ് ആയിട്ടുള്ള മറ്റൊരു റീസൺ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണെങ്കിലും അത് അവിടെ തെറ്റായി മാറുന്നു. ഇതാണ് നമ്മൾ സത് പ്രതിപക്ഷ. ആദ്യം കാണുമ്പോൾ ഭയങ്കര ട്രൂ ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ കറക്റ്റ് ആയ പ്രമിസ് കിട്ടി കറക്റ്റ് ആയ കൺക്ലൂഷനിൽ എത്തിയെന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും എന്താണ്, അതൊരു തെറ്റായ കൺക്ലൂഷനിൽ എത്തുകയും അതുകൊണ്ട് തന്നെ അതൊരു ഫാലസി ആയി മാറുകയും ചെയ്യാണ്. ഇതാണ് സത് പ്രതിപക്ഷ ഹേത്വാഭാസ. അടുത്ത ഹേത്വാഭാസയാണ് അസിദ്ധ. അതായത് പറഞ്ഞു തരുന്ന റീസൺ അല്ലെങ്കിൽ പ്രമിസ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് എങ്കിൽ ഇതിന് നമ്മൾ ഫാലസി ഓഫ് അൺപ്രൂവൺ അല്ലെങ്കിൽ ഫാലസി ഓഫ് അൺഎസ്റ്റാബ്ലിഷ്ഡ് എന്നാണ് പറയുന്നത്. അതായത് പറയുന്ന റീസൺ ഒരു തരത്തിലും പ്രൂവൺ അല്ല. ഉദാഹരണത്തിന്, ഞാൻ വളരെ നല്ല എഴുത്തുകാരിയാണെന്ന് പറയുന്നു. ഇതാരാ പറയുന്നേ? ഞാനാ പറയുന്നേ. അപ്പൊ ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം ഇതൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആകുമോ? ഇല്ല. അപ്പൊ എന്റെ കയ്യിൽ ഇത് തെളിയിക്കാനുള്ള പ്രൂഫ് ഇല്ല. ഇതാണ് അസിദ്ധ ഹേത്വാഭാസ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഐ എം എ ഗുഡ് സോക്കർ പ്ലെയർ ആൻഡ് ഐ സെഡ് സോ, അല്ലെങ്കിൽ ബിക്കോസ് ഐ സെഡ് സോ. ഞാൻ പറയുന്നു ഞാൻ നല്ലൊരു സോക്കർ കളിക്കുന്ന ഒരാളാണ്, ഞാൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണെന്ന് ഞാൻ തന്നെ പറയുകയാണ്. പക്ഷെ ഇത് തെളിയിക്കാൻ എന്റെ കയ്യിലൊരു ട്രോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡോ ഒരു മെഡലോ ഒന്നുമില്ല, ചുമ്മാ അങ്ങ് പറയുകയാണ്. അപ്പം ഒട്ടും പ്രൂവൺ അല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയാ ഒട്ടും സ്ട്രോങ് അല്ലാത്ത പ്രൂഫ് തന്നിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ അസിദ്ധ എന്ന് പറയുന്നത്. അതായത് അൺപ്രൂവൺ ആണ്, അൺഎസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റീസൺസ് ആണ്, അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് എത്തുക. ഇപ്പൊ ഞാൻ പറയുകയാണ് ഞാൻ നല്ലൊരു എഴുത്താരിയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിനേക്കാളൊക്കെ വളരെ നന്നായി എഴുതുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബെസ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ എനിക്കൊരു ബെസ്റ്റ് റൈറ്റർ ടൈറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു കൺക്ലൂഷൻ തെറ്റായിരിക്കും. അപ്പൊ ഒട്ടും പ്രൂവൺ അല്ലാത്ത, ഒട്ടും സ്ട്രോങ് അല്ലാത്ത പ്രൂഫ്സ് തന്നിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ അസിദ്ധ എന്ന് പറയുന്നത്. അടുത്ത ഹേത്വാഭാസയാണ് ബാധിത ഹേത്വാഭാസ. ഈ ബാധിത ഹേത്വാഭാസ നോക്കുകയാണെങ്കിൽ ഇതിൽ തരുന്ന ആർഗ്യുമെന്റ്, ഈ ആർഗ്യുമെന്റ് പ്രൂവ് ചെയ്യാൻ തരുന്ന റീസൺസ്, ഈ റീസൺസ് എന്ന് പറയുന്നത് വളരെ കോൺട്രഡിക്ടറി ആണ് എന്നും, അതായത് രണ്ട് റീസൺസിനെ പറ്റിയിട്ട്, അതായത് തരുന്ന രണ്ട് റീസൺസിനെ പറ്റിയിട്ടല്ല പറയുന്നത്, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന റീസണിന് ഇപ്പം എക്സ് എന്ന് പറയുന്ന റീസൺ ആണ് നമ്മൾക്ക് ഈ ഒരു ആർഗ്യുമെന്റിൽ കിട്ടിയിരിക്കുന്നത്. ഈ എക്സ് എന്ന് പറയുന്ന റീസണെ കോൺട്രഡിക്ട് ചെയ്യാൻ കെൽപ്പുള്ള മറ്റൊരു റീസൺ പുറത്തുണ്ട്, അല്ലെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന റീസണെ നെഗേറ്റ് ചെയ്യാൻ, തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ കെൽപ്പുള്ള മറ്റൊരു റീസൺ പുറത്തുണ്ടെങ്കിലാണ് നമ്മൾ ഇതിന് ബാധിത ഹേത്വാഭാസ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഹോംവർക്ക് ചെയ്തില്ല എന്നൊരു ആർഗ്യുമെന്റിന് കാരണം പറയാണ്, കാരണം എന്റെ ടീച്ചർ എനിക്ക് ഹോംവർക്ക് തന്നില്ല എന്ന് പറയാണ്. പക്ഷേ ഇതേ ആളുടെ, ഈ ഒരു ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറയുന്ന കുട്ടിയുടെ ക്ലാസ്മേറ്റിന്റെ അടുത്ത് ചോദിക്കുകയും ക്ലാസ്മേറ്റ് പറയുകയാണ് ടീച്ചർ ഓൾറെഡി തന്നല്ലോ, ടീച്ചർ ഓൾറെഡി ഹോംവർക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടി പറയുന്ന റീസൺസ്, ഈ കുട്ടി പറയുന്ന പ്രമിസസ് അതോടെ തന്നെ നള്ളിഫൈ ചെയ്ത് പോവാണ്, നള്ളിഫൈഡ് ആവുകയാണ്. അതായത് തരുന്ന റീസണ് നെഗേറ്റ് ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ നെഗേറ്റ് ചെയ്യാൻ കെൽപ്പുള്ള മറ്റ് റീസൺസ് പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ കുട്ടി പറയുകയാണ് ടീച്ചർ ഹോംവർക്ക് തരാത്തോണ്ടാണ് ഞാൻ ചെയ്യാത്തത്, അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. അതായത് ബാധിത ഹേതുഭാഷയിൽ നമുക്ക് കിട്ടുന്ന റീസൺസ് എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന, ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് റോങ് എന്ന് പറയുന്ന തരത്തിലുള്ള റീസൺസ് ആണ്. ആൻഡ് ഒബ്വിയസ്ലി അതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷനും തെറ്റായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ 5 ഹേതുഭാസാസ് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാംസിനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു തെറ്റായിട്ടുള്ള കാരണങ്ങൾ തന്ന് തെറ്റായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ് ഹേതുഭാസാസ് എന്ന് പറഞ്ഞു. അപ്പൊ പലതരത്തിലുള്ള ഹേതുഭാസാസ് ഉണ്ട്. സവ്യാഭിചാര, വിരുദ്ധ, സത്പ്രതിപക്ഷ, അസിദ്ധ ആൻഡ് ബാധിത. അപ്പൊ ഹേതുഭാസാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ.